കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദുഃഖവെള്ളി, യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം നമുക്ക് കാണിച്ചു തന്ന മാർഗം അത് കുരിശിലൂടെയുള്ളതാണ്. ആ കുരിശു മരണത്തിൻ്റെ ഓർമ്മ, രക്ഷാകര പ്രവൃത്തിയുടെ ഓർമ്മയാണ് ഇന്ന് ലോകം മുഴുവൻ ക്രൈസ്തവ സഭ ആചരിക്കുന്നത്. എന്തുകൊണ്ട് യേശു കുരിശു മരണം സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് മാനുഷിക ബുദ്ധിയിൽ ഉത്തരമില്ല. ദൈവം അങ്ങനെയാണ് കണ്ടുപിടിച്ചത്, പദ്ധതി ആവിഷ്കരിച്ചത്. ആ കുരിശിനെ നമുക്ക് നോക്കാം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് AD 30 ജെറൂസലമിലെ ഹൈഫയിലേക്കുള്ള വഴിയിൽ എഫ്രൈം ഗേറ്റിനടുത്ത് ഒരുപാട് ജനങ്ങൾ പോകുന്ന വഴിയിൽ ഉയർന്ന ഒരു മല, അതിൻ്റെ പേരാണ് ഗാഗുൽത്ത. പ്രത്യേകിച്ച് 1956 ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജാമ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി. ഇതുപോലെ തന്നെ 2012 പ്രത്യേകിച്ച് റാൾഫ് മാർട്ടിൻ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് വിശദീകരണം നൽകിയ പുസ്തകങ്ങൾ എഴുതി, പലരും എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ലോകത്തിൽ ഏറ്റവും അധികം നികൃഷ്ടമായ, ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന മരണമാണ്. ചിലരൊക്കെ 2, 3, 4 മണിക്കൂറൊക്കെ കുരിശിൽ കിടക്കും. അങ്ങനെ ചിലർ ദിവസങ്ങളോളം കിടക്കും. ഏറ്റവും അധികം വേദനിക്കുന്ന മരണമാണ് കുരിശു മരണം. ഫിലിസ്തീനാണിത് കണ്ടുപിടിച്ചത്. കാരണം ഏറ്റവും വലിയ വേദന അവർക്കുണ്ടാവണം. അതുകൊണ്ട് റോമാക്കാരൊരു നിയമം ഉണ്ടാക്കി, റോമൻ പൗരന്മാർക്ക് കൊടുക്കില്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ നികൃഷ്ടമായ മരണം കൊടുക്കാം. എന്തുകൊണ്ട് യേശു ഈ വേദനാജനകമായ മരണം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ സ്വീകരിച്ചു? കാരണം ഏറ്റവും വലിയ ത്യാഗത്തിലൂടെയാണ് ഏറ്റവും വലിയ സ്നേഹം, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം പ്രകടമാക്കാൻ സാധിക്കുക. യോഹന്നാൻ 3:16 നാം വായിക്കുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അതിൻ്റെ ഏകജാതം നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ ദൈവസ്നേഹം ഏറ്റവും അധികം പ്രകടമായത് ഈ കുരിശിലാണ്. നിയമാവർത്തന പുസ്തകത്തിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുവാൻ ശക്തനാണ് എന്ന് പറഞ്ഞ ഏറ്റവും നാശത്തിൻ്റെ പ്രതീകം ഇതാ യേശു കുരിശിൽ കയറിയതോടുകൂടി അതാ രക്ഷയുടെ ഒരു പ്രതീകമായി മാറുകയാണ്. ആ കുരിശിന് നോക്കുക. കുരിശ് മരണത്തിലുള്ള ഒരു സാധാരണ നെല്ല് 15 അടിയോളം ഉയരമുള്ളത് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഗാഗുൽത്തയിൽ ഏകദേശം 40 കിലോയോളം തൂക്കമുള്ളത്. ഇങ്ങനെ വീതുവാചം ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് തോളിലേറ്റി കൊണ്ടുപോകണം. യേശുവിൻ്റെ കുരിശ് യാത്ര അത് അന്നായുടെ, കയ്യാഫാസിൻ്റെ, ഹെറോദിസിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്ന് ഇവനിൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല, കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി ഇതാ പറഞ്ഞയക്കുകയാണ്. യഹൂദ നേതാക്കന്മാരുടെ, ഫരിസേയരുടെ, നിയമജ്ഞരുടെ അവരുടെയൊക്കെ ആഗ്രഹം പോലെ ഇതാ കുരിശു മരണത്തിന് വിട്ടു. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു ഇത് രക്ഷയുടെ അടയാളമാണെന്ന്. യേശു പറഞ്ഞു, പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ 12:32 ഞാൻ ഭൂമിയിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കും. യോഹന്നാൻ 13:1 ഇത് എനിക്ക് സമയമായി, മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയമായി. എന്നിട്ട് പറഞ്ഞത് ഇത് കുരിശു മരണത്തിൻ്റെതാണ്. യേശു 3 പ്രാവശ്യം മുൻകൂട്ടി പ്രവചിച്ചു. മത്തായിയുടെ സുവിശേഷം 16, 17, 20 എനിക്ക് ജെറൂസലത്ത് പോകണം, അവിടെ വെച്ച് പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണം. ഇത് യേശുവിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ സുവിശേഷം 1:29 യേശുവിനെ പരിചയപ്പെടുത്തി, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൽ പാപപരിഹാരാർത്ഥം കറയില്ലാത്ത കുഞ്ഞാടുകളെ കൊന്ന് ബലിയർപ്പിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കണ്ടുപിടിച്ച മാർഗം, ദൈവം കണ്ടുപിടിച്ച മാർഗം ഇതാ കറയില്ലാത്ത കുഞ്ഞാടായി യേശു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഇതാ കാൽവരിയിൽ ഏറ്റവും വലിയ കൊലപ്പുള്ളിയായി ഉയർത്തപ്പെടുന്നു. പക്ഷെ യേശു ഉയർത്തപ്പെട്ടത് മനുഷ്യരെ രക്ഷിക്കാനാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. കുരിശ് കിരീടമായി മഹത്വമായി മാറി. അതുകൊണ്ടാണ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞത് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമാണ്. ഇത് നാശത്തിലൂടെ ചരിക്കുന്നവർക്കല്ല, ഇത് രക്ഷയുടെ പാതയിലൂടെ നയിക്കുന്നവർക്ക് ദൈവത്തിന് ശക്തിയാണ്, അടയാളമാണ് എന്ന് മനോഹരമായി പറഞ്ഞത്. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ എന്ന് നമ്മോട് പറയാനായിട്ട് ഇതാ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കുരിശിനെ പുൽകാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്. കുരിശിനെ നോക്കാം. ആ കുരിശ് തീർച്ചയായിട്ടും നമുക്ക്
വലിയ അടയാളം, ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷയുടെ അടയാളം ഈ കുരിശാണ്. ആ കുരിശിന്റെ പിന്നാലെ നടന്നവരാരാണ്? കുരിശ് മരണത്തിൽ നടന്ന് അവിടെ യഹൂദരുണ്ട്, ഫരിസേയരുണ്ട്, അന്നാസ് കയ്യാപ്പാസൊക്കെ. അവരുടെ മനോഭാവം എന്തായിരുന്നു? യേശുവിൻ്റെ കൂടെ 2 കള്ളന്മാരെ കുരിശിലേറ്റിയിട്ടുണ്ട്. അതിൽ ഒരാള് അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 22 വായിക്കുന്ന പോലെ, മറ്റേ ആൾ പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്കുണ്ട്, എന്നോട് കൂടെ നീ എന്ന് പറുദീസായിരിക്കും. ഈ നല്ല കള്ളനെ പോലൊരു മനോഭാവം ഉണ്ടാകാമോ? യേശുവിന്റെ കുരിശ് യാത്രയിൽ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ, മത്തായി 16:24, സ്വയം പരിത്യജിച്ച് അനുദിനത്തിൽ കുരിശെടുത്ത് നടക്കണം. അങ്ങനെ കുരിശ് യാത്രയിൽ ആ ശിമിയോനെ പോലെ ഒന്ന് താങ്ങുകയായി നമ്മുടെ ചുറ്റുപാടും യേശു ക്രിസ്തു നടക്കുമ്പോൾ ശിമിയോനെ പോലെ ഒന്ന് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ പറ്റുമോ? വെറോനിക്കയെ പോലെ വേദനിക്കുന്നവരുടെ മുഖം തുടച്ചാൽ യേശുവിന്റെ മുഖം നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ, തുവാലിയിൽ പതിയും. അതുപോലെ ആകുമോ? അവിടെ യേശുവിനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ മാറത്തടിഞ്ഞ് കരഞ്ഞ ആ സ്ത്രീകളെ പോലെ ഇങ്ങനെ നിരപരാധികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒന്ന് കരയാനെങ്കിലും നമുക്ക് സാധിക്കുമോ? യേശുവിനെ നോക്കി കളിയാക്കിയ, മുൾമുടി ചാർത്തിയ, അവനെ പ്രത്യേകിച്ച് അവന് ചാട്ടവാറടിച്ച അങ്ങനെയുള്ള പടയാളികളുണ്ട്. മറ്റുള്ളവരുടെ, നിരപരാധികളുടെ വേദനകളടക്കം സന്തോഷിക്കുന്ന പടയാളികളെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടോ? യേശുവിന് ഒറ്റിക്കൊടുത്ത യൂദാസ്, സ്വന്തം ശിഷ്യൻ, ആ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലെ ചിലപ്പോഴെങ്കിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കുരിശും മരണവും ഒന്നും നമുക്ക് രക്ഷയ്ക്ക് കാരണമാകില്ല. അത് യൂദാസിനെ പോലെ ജീവിതം കയറിൽ തൂങ്ങി മരിക്കുന്ന ശാപത്തിന്റെ അടയാളമായി മാറും. പത്രോസിനെ പോലെ ചിലപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ? വാണിംഗ് കൊടുത്തു, 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് നീ എന്നെ ഉപേക്ഷിക്കും, ഒരിക്കലും ഉപേക്ഷിക്കും, ആരൊക്കെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ പത്രോസ് തള്ളി പറഞ്ഞു. ചിലപ്പോഴൊക്കെ യേശുവിനെ, സഭയെ, നമ്മുടെ സനാതന പ്രവർത്തികളെ, നന്മകളെ ഒക്കെ തള്ളി പറയുന്ന, സഭയെ തള്ളി പറയുന്നിട്ടുണ്ടോ? പക്ഷേ പത്രോസ് പശ്ചാത്തപിച്ചു, കവിളുകളിൽ ചാലുകൾ വരത്തക്ക വിധത്തിൽ കരഞ്ഞു. ഈ പത്രോസിനെ പോലെ നമുക്ക് കരയാൻ, തിരിച്ചു വരാൻ, സഭയുടെ നേതാവാകാൻ എനിക്കും നിങ്ങളും സാധിക്കുമോ? യേശു ക്ഷണിക്കുന്നുണ്ട്. യേശുവിനെ ഏറ്റവും കൂടുതൽ അനുധാവനം ചെയ്തത് യേശുവിൻ്റെ അമ്മയാണ്. ഈ അമ്മയെ പോലെ പെറ്റമ്മ പോയി. അതുകൊണ്ട് മറിയത്തെ പറയുന്നത് പ്രത്യാശയുടെ ഏറ്റവും നല്ല വക്താവാണ്. മറിയത്തെ സ്വന്തം മകൻ മൃതശരീരം മടിയിൽ കിടത്തേണ്ടി വരുമ്പോൾ, കുരിശിന്റെ കീഴിൽ നിൽക്കേണ്ടി വരുമ്പോൾ, കുരിശിന്റെ വഴിയിലൂടെ നടക്കേണ്ടി വരുമ്പോൾ അമ്മയുടെ വേദന നമുക്കറിയാം. പക്ഷെ അമ്മയ്ക്ക് പ്രത്യാശയുണ്ടായിരുന്നു. ഈ അമ്മയെ പോലെ നടക്കാനാവുമോ? പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഉപേക്ഷിക്കില്ല. ഈ യോഹന്നാനെ പോലെ എനിക്ക് പ്രവർത്തിക്കാനാവുമോ? കുരിശിന്റെ കീഴിൽ നിൽക്കാനാവുമോ? ആ ശതാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. ശതാധിപൻ യേശുവിന്റെ കുരിശു മരണത്തിന് പട്ടാളക്കാരോടൊപ്പം കൂടെ നിന്നവരാണ്, കുരിശു മരണം ഉറപ്പാക്കിയതാണ്. പക്ഷേ അടയാളങ്ങൾ കണ്ടപ്പോൾ ആ ശതാധിപൻ, മാർക്കോസ് സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ, അവന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു ദൈവപുത്രനാണെന്ന്. ആ ശതാധിപനെ പോലെ സത്യത്തെ ആശ്ലേഷിക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, അറിഞ്ഞു കഴിഞ്ഞാൽ, സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടുമുട്ടിയാൽ ആ യേശു രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ സാധിക്കുമോ? യേശുവിന്റെ കൂടെ നടന്ന ഈ മനുഷ്യരിൽ ഞാൻ ആരെ പോലെയാണ്? അമർഗാവില് 10 വർഷം കൂടുമ്പോൾ പീഡാനുഭവ നാടകം നടത്താറുണ്ട്. ആ ഗ്രാമത്തിൽ ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് യേശു ഇതുപോലെ പീഡകൾ സഹിച്ച് മരിച്ച് കുരിശിലേറുമ്പോൾ എനിക്കും ഒരു റോളുണ്ടോ? അതില് ന്യായാധിപന്മാരെ പോലെയുള്ള തെറ്റായി വിധി നടത്തുന്നവരുടെ പട്ടാളക്കാരെ പോലെ, ഫരിസേയ നേതാക്കന്മാരെ പോലെ, അതുപോലെ തന്നെ ഉള്ള ജനത്തെ പോലെ ഞാൻ പെരുമാറുന്നുണ്ടോ? ജനം സൗകര്യം പോലെ ഓശാന പാടിയ കുറച്ച് ദിവസം കഴിഞ്ഞ് ക്രൂശിക്കാന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ പോലെ പ്രവർത്തിച്ചോ? യൂദാസിനെ പോലെ ഒറ്റിക്കൊടുത്തോ? പത്രോസിനെ പോലെ തള്ളി പറഞ്ഞോ? മറ്റു ശിഷ്യന്മാരെ ഓടി ഒളിച്ചോ? അതോ വെറോനിക്കയെ പോലെ ഞാൻ പ്രവർത്തിച്ചോ? ശിമിയോ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? യോഹന്നാനെ പോലെ കൂടെ നടന്നോ? മറിയത്തെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ കൂടെ നടന്നോ? ശതാധിപനെ പോലെ അവൻ സത്യമായും ദൈവത്തിനാണെന്ന് ഏറ്റു പറയാനാവുമോ? നമുക്ക് കുരിശിനെ നോക്കാം. യേശുവിന്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നവരൊക്കെ രക്ഷപ്പെടും. കുരിശിലാണ് രക്ഷ, കുരിശാണ് രക്ഷ. ആ കുരിശിനെ നമുക്ക് അനുധാവനം ചെയ്യാം.
ആ കുരിശിനെ നമുക്ക് ധരിക്കാം, കുരിശ് വരയ്ക്കാം, കുരിശ് നമുക്ക് ഉപയോഗിക്കാം, കുരിശിലൂടെ രക്ഷ നമുക്ക് സാധിക്കാം. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നമുക്ക് യേശുവിൻ്റെ കുരിശിനെ നോക്കാം. ആ കുരിശിൽ കിടക്കുന്ന ക്രൂശിതനായ ഈശോയാണ് ദൈവപുത്രൻ. ആ ഈശോയാണ് മരണത്തെ തോൽപ്പിച്ചത്. ആ ഈശോയാണ് നമുക്ക് മരണത്തെ തോൽപ്പിച്ച് നിത്യജീവൻ, സ്വർഗം, ഉത്ഥാനം നൽകുന്നത്. അതുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകർ കുരിശിന്റെ പാതയിലൂടെ പോയി ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് പോകും. ആ ഉയർപ്പിന്റെ സന്തോഷത്തിന്റെ പാതയിലൂടെ നടന്നു നീങ്ങാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് ഈ ദുഃഖവെള്ളി, അത് ഉയർപ്പ് ഞായറാഴ്ചയിലേക്കുള്ള പാതയാണ്. കുരിശ് കിരീടമാണ്. അന്ധകാരം മാറും, പ്രകാശം വരും. അങ്ങനെ ഈശോയുടെ കുരിശിനെ നമുക്ക് ആശ്ലേഷിക്കാം. എന്നോടൊപ്പം നിങ്ങളോടും പാടാൻ ഞാൻ ക്ഷണിക്കുന്നു. കുരിശിനാലെ ലോകമെന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു. ദിവ്യപാദങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.